അതുകൊണ്ട് മരണം എന്ന പ്രതിഭാസത്തിന്റെ മുന്നിൽ കീഴൊതുങ്ങുന്നൊരു ദിവസം വരും. അന്നത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, രണ്ട് രൂപത്തിലുള്ള മരണമുണ്ട്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താണെന്നറിയുമോ? മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. നമ്മുടെ മനസ്സുകളിൽ നിന്ന് കടന്നു വരേണ്ട ദുആ, മരണത്തെക്കുറിച്ച് പറയുമ്പോൾ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് പറഞ്ഞ വാചകം കാണാം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമാ വൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്താ പറഞ്ഞത്? എന്താ പഠിപ്പിച്ചത്? മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, അല്ലാഹുവേ എൻ്റെ റബ്ബേ, ഖദ് ആതൈതനി മിനൽ മുൽക്ക്, നീ എനിക്ക് രാജാധിപത്യം നൽകിയിരിക്കുന്നു റബ്ബേ, ഭൂമിയിൽ ഭരിക്കാനുള്ള ഭരണാധികാരം നീ എനിക്ക് നൽകിയിട്ടുണ്ട് നാഥാ. വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്, ആളുകൾ കാണുന്ന സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയാനുള്ള കഴിവും നീ എനിക്ക് നൽകിയിട്ടുണ്ട് പടച്ചോനെ. അതുകൊണ്ട് റബ്ബേ, അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ, അൻത വലിയ്യി, നീയാണ് വലിയ, നീയാണ് സംരക്ഷകൻ, ഫിദ് ദുനിയാ വൽ ആഖിറ, ഇഹലോകത്തും പരലോകത്തും നീയാണ് എൻ്റെ സംരക്ഷകൻ. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു റബ്ബേ, തവഫനി മുസ്ലിമാ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നാളെ സ്വർഗത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യണേ അല്ലാ. ഇത് പ്രാർത്ഥിക്കലുണ്ടോ? ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടോ ജീവിതത്തിൽ? വേണം, എപ്പോഴും വേണം. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ കൽബിലേക്ക് വരേണ്ട ദുആയാണ്, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അങ്ങനെ മനസ്സിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വരണം. അതുകൊണ്ട് എന്തിനാ പറഞ്ഞെന്നറിയോ? ഒരു മനുഷ്യന്റെ മരണത്തെ രണ്ട് രൂപത്തിലുള്ള മരണം ഞാൻ ഇങ്ങോട്ട് ചുരുക്കി പറയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഹാബിയുടെ മയ്യത്ത് കൊണ്ടുപോവുകയാണ്. മദീനയിലെ ഖബർസ്ഥാനിലേക്ക് ജനാസ കൊണ്ടുപോവുകയാണ്. അൻസ്വാരിയായ സ്വഹാബി മരിച്ചു. ഒരു അൻസ്വാരി സ്വഹാബി മരിച്ചപ്പോൾ ആ സ്വഹാബിയുടെ മയ്യത്ത് ചുമന്നിട്ട് റസൂലും സ്വഹാബത്തും ഖബർസ്ഥാനിലേക്ക് ബഖീഉൽ ഗർഖദിലേക്ക് പോവുകയാണ്. ബഖീഉൽ ഗർഖദാണ്, ജന്നത്തുൽ ബഖീ എന്ന് പറയില്ലേ ചില ആൾക്കാർ, അല്ലേ? അങ്ങനെ ഒരു പേര് അതിനില്ല കേട്ടോ. അതിൻ്റെ പേര് ബഖീഉൽ ഗർഖദ് എന്നാണ് ഹദീസിൽ വന്ന പേര്. ഗർഖദ് മരങ്ങൾ തിങ്ങി നിന്നിരുന്ന സ്ഥലം. ഈ ജനാസയും കൊണ്ട് ബഖീയിലേക്ക് യാത്രയാകുന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുത്തെത്തിയപ്പോൾ അവിടെ ഖബറിന്റെ പണി തീർന്നിട്ടില്ല, ഖബർ കുഴിച്ചു കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, ആ മയ്യത്ത് അവിടെ വെക്കണം, ആ ജനാസ അവിടെ വെക്കണം. ജനാസ വെച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സ്വഹാബത്ത് പറയാണ്, റസൂലുള്ളാഹിന്റെ കയ്യിൽ ഒരു ചെറിയ വടിക്കഷ്ണം ഉണ്ടായിരുന്നു, ഒരു കൊള്ളിക്കഷ്ണം ഉണ്ടായിരുന്നു. അള്ളാഹിന്റെ റസൂൽ നിലത്തിരുന്നിട്ട് തല താഴ്ത്തിയിരുന്നിട്ട് ആ വടിക്കഷ്ണം കൊണ്ട് മണ്ണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്നു. ആ ചെറിയ കമ്പ് കഷ്ണം കൊണ്ട് മണ്ണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹിന്റെ ഇരുത്തം കണ്ടപ്പോൾ സ്വഹാബത്തിന് മനസ്സിലായി, ഹബീബിന് ഞങ്ങളോടെന്തോ പറയാനുണ്ട്, റസൂലുള്ളാഹിക്ക് ഞങ്ങളോടെന്തോ സംസാരിക്കാനുണ്ട് എന്നവർക്ക് ബോധ്യപ്പെട്ടപ്പോ സ്വഹാബത്ത് പറയാണ്, ഞങ്ങൾ റസൂലിനെ നോക്കിയിരുന്നു, കന്ന അലാ റൂസിന ത്വയ്ർ, ഞങ്ങളുടെ തലയിൽ ഒരു പക്ഷി വന്നിരുന്നാൽ ആ പക്ഷി പറന്നു പോകാത്ത രൂപത്തിൽ ഞങ്ങൾ തല അനക്കാതെ പിടിച്ച് റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കിയിരുന്നു. ഇരിക്കുന്ന റസൂലുള്ളാഹ് ഫറഫഅ റഅസഹു, ഹബീബ് പെട്ടെന്ന്
പെട്ടെന്ന് തലയങ്ങ് പൊക്കി, തലയങ്ങ് ഉയർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു സ്വഹാബത്തിനോട്, സ്വഹാബികളെ, ഇസ്തഈദൂ ബില്ലാഹി അദാബിൽ ഖബർ, ഇസ്തഈദൂ ബില്ലാഹി അദാബിൽ ഖബർ, ഇസ്തഈദൂ ബില്ലാഹി അദാബിൽ ഖബർ. ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷ തേടണം സ്വഹാബ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷ തേടണേ സ്വഹാബത്തെ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 or 3 തവണ ആവർത്തിച്ച് പറഞ്ഞു എന്ന് ഹദീസിൽ കാണാം. പെട്ടെന്ന് തലങ്ങട് പൊക്കിയിട്ട് റസൂലുള്ള പറഞ്ഞ വാക്കാണ് ഇസ്തഈദൂ ബില്ലാഹി അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷ തേടണം. ഇനി പറയാൻ പോകുന്ന കാര്യം സ്വഹാബത്തിന് അജബോടെ നോക്കി നിൽക്കുകയാണ്. കണ്ണു തുറപ്പിച്ച് ചെവി കൂർപ്പിച്ച് ഹബീബിന്റെ മുഖത്ത് നോക്കി സഹാബത്തിരിക്കുകയാണ്. വിശാലമായൊരു സംഭവം ഇങ്ങനെ പറയാൻ പോവുകയാണ്. ആ സംഭവം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇന്നൽ അബ്ദൽ മുഅ്മിന, ഒരു മുഅ്മിനായ മനുഷ്യൻ മരിക്കുമ്പോ, ഒരു മുഅ്മിനായ മനുഷ്യൻ മരിക്കുന്ന സമയം, ഇദാ കാന ഫീ ഇൻഖിതാഇൻ മിനദ് ദുനിയാ വ ഇഖ്ബാലും മിനൽ ആഖിറ, അവന്റെ ദുനിയാവിനോടുള്ള അവസാനവും ആഖിറത്തിലേക്കുള്ള കാൽവെപ്പുമായി കഴിഞ്ഞാൽ, അതായത് മരണം അടുത്തു കഴിഞ്ഞാൽ, നസല ഇലൈഹി മലായികത്തും മിനസ് സമാ, ആകാശത്തു നിന്ന് മലക്കുകൾ ഇറങ്ങി വരും. മരണത്തിന്റെ സമയമാകുമ്പോൾ ആകാശത്തു നിന്ന് മലക്കുകൾ ഇറങ്ങി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ മരണത്തെക്കുറിച്ചാണ്, ഒരു മുവഹിദായ മനുഷ്യന്റെ മരണത്തെക്കുറിച്ചാണ്, ഒരു വിശ്വാസിയുടെ മരണത്തിന്റെ സന്ദർഭത്തെക്കുറിച്ചാണ്. നസല ഇലൈഹി മലായികത്തും മിനസ് സമാ, ആകാശത്തു നിന്ന് മലക്കുകൾ ഇറങ്ങി വരും. ആ മലക്കുകളുടെ പ്രത്യേകത ബീളുൽ വുജൂഹ്, വെളുവെളുത്ത മുഖമുള്ള മലക്കുകളാണ്. നല്ല വെളുവെളുത്ത മുഖമുള്ള മലക്കുകളാണ്. കഅന്ന വുജൂഹഹുമുശ് ശംസു, സൂര്യപ്രകാശത്തിന് സമാനമായി വെട്ടിത്തിളങ്ങുന്ന മുഖമുള്ള മലക്കുകളാണ്. അങ്ങനെയുള്ള മലക്കുകൾ ഇറങ്ങി വരും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഒരു മലക്കിനെയല്ല, ഒട്ടനവധി മലക്കുകൾ വന്നിട്ട് ഇങ്ങനെ വിശാലമായിരിക്കും. മിൻഹു മദ്ദൽ ബസർ, ആ മനുഷ്യന്റെ കണ്ണെത്തും ദൂരം വരെ ഇരിക്കും. ജീവിച്ചിരിക്കുന്നു ചിന്തിക്കുക, നമ്മളെന്താ കാണാത്തത്? ഇല്ലേ, നമ്മൾ കാണൂല. മരണത്തിന്റെ വേദന സഖറാത്തിന്റെ ഹാലിലുള്ളവൻ അനുഭവിക്കുന്ന അനുഭവങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, കൂടിയിരിക്കുന്ന കണ്ണെത്തും ദൂരം വരെ വിശാലമായിരിക്കുന്ന മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് യജീഉ മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം, മലക്കുൽ മൗത്ത് എണീറ്റ് വരും. ശ്രദ്ധിക്കണേ, നമ്മൾ പറയാറുള്ള പേരില്ല അസ്രായിൽ, അല്ലേ? അസ്രായിൽ എന്നൊരു പദം ഹദീസിൽ കണ്ട ആൾക്കാരുണ്ടോ? ഇവിടെ ഉണ്ടാവില്ല. അസ്രായിൽ എന്ന പദം ഖുർആനിൽ എവിടെങ്കിലും വായിച്ച ഓർമ്മ നമുക്കുണ്ടോ? മെമ്മറി ഇല്ല. അസ്രായിൽ എന്നൊരു പേര് അങ്ങനെ ഒരു മലക്കില്ല, മനസ്സിലായിക്കോളി. ഒരു മലക്കിന് അസ്രായിൽ എന്നുള്ളൊരു പേരില്ല. ഹദീസിന്റെ താളുകളിലോ ഖുർആനിന്റെ വചനങ്ങളിലോ സ്വഹാബത്തുൽ കിറാമിന്റെ വാക്കുകളിൽ എവിടെയില്ല. പിന്നെ ഖുർആൻ ഉപയോഗിച്ച പദപ്രയോഗം എന്താ അറിയോ? എവിടെ ഖുർആൻ ഉപയോഗിച്ച പദപ്രയോഗം മലക്കുൽ മൗത്ത്, മരണത്തിന്റെ മലക്ക് കേട്ടോ, മരണത്തിന്റെ മലക്ക്. അപ്പം ഇനി എപ്പോഴും എന്ത് വേണം? മരണത്തിന്റെ മലക്ക് എന്ന് പറയണം. മരണത്തിന്റെ മലക്ക്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യജീഉ മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം, ഇരിക്കുന്ന മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് മലക്കുൽ മൗത്ത് എഴുന്നേറ്റ് വരും. എന്നിട്ട് ഈ മരിക്കാനായ മനുഷ്യന്റെ തലഭാഗത്ത് വന്നിരിക്കും. തലഭാഗത്ത് വന്നിരുന്നിട്ട് ഈ മനുഷ്യനോട് പറയും, യാ അയ്യത്തുഹൻ നഫ്സു ത്വയ്യിബ, ഏ നല്ല ആത്മാവേ, ത്വയ്യിബായ ആത്മാവേ, ഉഖ്റുജി, നീ പുറത്തേക്ക് വാ, നീ പുറപ്പെട്ടു വാ, ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാനാ, ഇലാ മഗ്ഫിറത്തിൻ, അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്കും, വറിദ്വാനാ, റിദ്വാനിലേക്കും, അതായത് സ്വർഗ്ഗത്തിലേക്കും നീ മടങ്ങിപ്പോര്.
ആരെ വിളിക്കണത്? തൗഹീദുള്ള, നിസ്കാരം നിലനിർത്തിയ, തഖ്വയോടുകൂടി ജീവിച്ച, അള്ളാനെ ഭയന്ന് ജീവിച്ച മനുഷ്യന്റെ അടുക്കൽ മലക്ക് വന്ന് പറയുന്ന വാക്കിതാണ് അല്ലേ? ആരാണ് ആ മനുഷ്യന്റെ പ്രത്യേകത എന്തറിയോ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. മരണത്തിന്റെ നേരത്ത് ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് മലക്ക് വരികയാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയുകയും സുമ്മസ്തഖാമു, എന്നിട്ട് റബ്ബ് പറഞ്ഞതുപോലെ ഇസ്തിഖാമത്തോടെ അടിയുറച്ച് ജീവിക്കുകയും ചെയ്ത മനുഷ്യന്മാർ, അവരുടെ അടുക്കലേക്ക് തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരികയായി. എന്നിട്ട് മലക്ക് പറയുന്നു, അല്ലാ തഖാഫു, നീ പേടിക്കണ്ട, വലാ തഹ്സനു, നീ ദുഃഖിക്കണ്ട, വഅബ്ശിറൂ, ഞാൻ സന്തോഷവാർത്ത അറിയിക്കാൻ വന്നവനാണ്, ബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദൂൻ, നീ സുഹൃതങ്ങൾ ചെയ്ത് ജീവിച്ചതുകൊണ്ട്, നീ നന്മ വർദ്ധിപ്പിച്ച് ജീവിച്ചതുകൊണ്ട് നിനക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷവാർത്ത അറിയിക്കാൻ വന്നതാണു ഞാനെന്ന് മലക്ക് പറയും. അള്ളാഹു അത്തരക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ ഗൗരവമുള്ള വിഷയമാണ് കേട്ടോ. ഈമാനും ഇഖ്ലാസും മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈമാനും ഇഖ്ലാസും മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കേട്ടോ. അതുകൊണ്ട് ആത്മാർത്ഥമായി ചിന്തിക്കുക. നിന്റെ സമയം ഇങ്ങനെ അവസാനിച്ചു വരികയാണ്, ചീട്ട് കിട്ടിയ സ്ഥിതിക്ക് കേട്ടോ. നിങ്ങൾ ചുരുക്കണമല്ലോ. വലിയൊരു പ്രോഗ്രാം ആകുമ്പോൾ ഉണ്ടാവും മരണാനന്തരമൊക്കെ വിഷയം തന്നാൽ 3 മണിക്കൂർ ടൈം എന്നാൽ തീരൂല. കാരണം പരലോക പറയാൻ പോണേ, നമ്മളൊരു മൂലക്കൊക്കെ എത്തിയിട്ടില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് അള്ളാഹ് തൗഫീഖ് ചെയ്താൽ ഇനി ഒരു സമയത്ത് നമുക്ക് വിശദമായി പറയാം കേട്ടോ. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. ഏതായാലും റഹ്മാനായ റബ്ബ് പഠിപ്പിച്ച വാക്കാണ്. അപ്പോൾ അവിടെ ഒരു വിശ്വാസിയുടെ മരണം അങ്ങനെ, എന്നാൽ ഒരു അവിശ്വാസിയുടെ മരണമോ, ഒരു തോന്നിവാസിയുടെ മരണമോ, ആ തോന്നിവാസിയെ കുറിച്ച് ഖുർആനിലൂടെ റബ്ബ് പഠിപ്പിക്കുന്നത് കാണാം. അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, കാഫിറിന്റെയും ഫാജിറിന്റെയും തോന്നിവാസിയുടെയും മരണത്തിന്റെ രംഗം, അവന്റെ അടുക്കലേക്ക് മലക്കുൽ മൗത്ത് വരും. സൂദുൽ വുജൂഹ്, കറുകറുത്ത മുഖമുള്ള മലക്ക്, ഭീകരന്മാരായ മലക്ക്, ആ മലക്ക് അവന്റെ മുന്നിലേക്ക് വരും. എന്നിട്ട് മലക്ക് വന്ന് പറയുന്ന വാചകം എന്താ? ഈ മലക്ക് വന്ന് പറയുന്ന വാചകം എന്താണെന്നറിയുമോ? സൂദുൽ വുജൂഹ്, കറുകറുത്ത മുഖമുള്ള മലക്ക് വന്നിട്ട് പറയാണ്, അയ്യത്തു അന്നഫ്സുൽ ഖബീസ്, വൃത്തികെട്ട ആത്മാവേ, ഉഖ്റുജീ, നീ പുറത്തേക്ക് വാ, ഇലാ സഖത്തിൻ മിനല്ലാഹി വഗളബിൻ, അല്ലാഹുവിന്റെ പാപത്തിലേക്കും റബ്ബിന്റെ കോപത്തിലേക്കും നീ മടങ്ങിക്കോ എന്ന് പറയും. മനസ്സിലായോ? ആ സമയത്ത് ഈ റൂഹ് ഇങ്ങനെ ഒളിയുന്നാണ്, ശരീരത്തിലേക്ക് വലിയുന്ന ആ സമയത്ത് ഖുർആൻ പറഞ്ഞു, യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും വദൂഖു അദാബൽ ഹരീഖ്, അവൻ്റെ മുഖത്തടിക്കും, അവൻ്റെ പെരടിക്കടിക്കും, എന്നിട്ട് പിടിച്ചു വലിക്കുന്ന നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്ന് ഇരുമ്പിൻ്റെ കൊളുത്ത് വലിച്ചൂരുന്നത് പോലെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ആ ഒരു സൂക്ഷ്മത, ശ്രദ്ധയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണം. അങ്ങനെ ഒരു മരണത്തിലേക്ക് നമ്മൾ പോയിക്കൂടാ. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുതേ എന്നാണ് ഖുർആൻ പഠിപ്പിച്ചതെങ്കിൽ, ഈ മരണം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയി കിടക്കുന്ന ഖബർ, ബർസഖിയായ ലോകം, അത് വേറെയാണ്. ഒറ്റക്ക് കിടക്കുന്ന ഖബർ, അവിടെ ആരും നമ്മുടെ കൂടെയില്ല. അവിടെയുള്ളത് മണ്ണിന്റെ തലയിണയാണതിൽ നിനക്കുള്ളത്, ഞെരുക്കത്തിനാലിരുഭിത്തിയാണതിലുള്ളത്, ചിതലും പുഴുക്കൾ മാളവും പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ, പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നത്, കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്,
ഒറ്റയ്ക്ക് കിടക്കുന്ന ഖബറിലേക്ക് പുഴുക്കളും വണ്ടുകളും അരിച്ചു വരികയാണ്. അരിച്ചു വരുന്ന ഖബറിന്റെ ലോകത്ത് നമ്മൾ മിനുക്കിയ മുഖമില്ലേ, പുരികം പ്ലഗ് ചെയ്തവരില്ലേ, ലിഫ്റ്റിക് ഇട്ട് നടന്നവരില്ലേ, മുഖം മിനുക്കി നടന്നവരില്ലേ, അല്ലാഹ് ഹറാമാണെന്ന് പറഞ്ഞിട്ടും ആ ഹറാം ചെയ്തവരില്ലേ? ആ മിനുക്കം അവിടെ പോയി, ആ തിളക്കം അവിടെ പോയി. ജിമ്മിന് പോയിട്ട് ബോഡി ഉണ്ടാക്കുന്ന മനുഷ്യന്മാരില്ലേ, അവരുടെ ശരീരത്തിലൂടെ പുഴുക്കൾ അരിക്കുന്ന ദിവസമാണ്, വണ്ടുകൾ അരിച്ചു നീങ്ങുന്ന ദിവസമാണ്, ഖബറിൽ ഒറ്റക്ക് കിടക്കുന്ന ദിവസമാണ്, കിളിവാതികളില്ലാത്ത ലോകമാണത്. അള്ളാന്റെ റസൂല് പറഞ്ഞു, അവിടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് എന്താണെന്നറിയുമോ? മൂന്ന് കാര്യങ്ങൾ മയ്യത്തിന്റെ പിന്നാലെ വരും. ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മയ്യത്തിനെ അനുഗമിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ്. അഹ്ലുഹു വമാലുഹു വഅമലുഹു. ഒന്ന് അഹ്ലുഹു, അവന്റെ കുടുംബക്കാരാണ്. രണ്ട് വമാലുഹു, അവന്റെ മാലാണ്, അവന്റെ ധനമാണ്. മൂന്ന് വഅമലുഹു, അവന്റെ അമലുകളാണ്. ഈ മൂന്ന് കാര്യങ്ങൾ അവന്റെ പിന്നാലെ പോകും. ഫയർജിഉ ഇസ്നാനി, രണ്ടെണ്ണം അവിടെ നിന്ന് തിരിച്ചു പോരും. വയബ്ഖാ വാഹിദാ, ഒന്നവന്റെ ഖബറിൽ ബാക്കിയാകും. ഫയർജിഉ, മടങ്ങിപ്പോരുന്ന രണ്ടെണ്ണം അഹ്ലുഹു വമാലുഹു, അവന്റെ ധനവും അവന്റെ കുടുംബവുമാണ്. അത് ഖബറിന്റെ അവിടെ നിന്ന് തിരിച്ചു പോരും. ഒരു മക്കളും പറയില്ല ഉമ്മാന്റെ ഖബറിലേക്ക് ഞാനും പോകട്ടെ എന്ന്, ഒരു മക്കളും അവകാശപ്പെടുകയില്ല. ആ ഖബറിൽ ഒറ്റക്ക് കിടക്കുകയാണ്. അന്ന് വയബ്ഖാ അമലുഹു, അമലവന്റെ ഖബറിൽ ബാക്കിയാണ്, സുഹൃതങ്ങൾ അവന്റെ ഖബറിൽ ബാക്കിയാണ്. അതുകൊണ്ട് ബാക്കിയാകുന്ന ഖബറിലേക്ക് വേണ്ടി അമലുകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? സുഹൃതങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? മാതാപിതാക്കളെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ജീവിതം വൃത്തിയോടെ സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തോന്നിവാസത്വങ്ങളിൽ നിന്ന് കണ്ണിനെയും കാതിനെയും ശരീരങ്ങളെയും ഒക്കെ സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇസ്ലാമിക വേഷം ധരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അള്ളാന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഖബറിൽ നമ്മൾ ഒറ്റക്കാണ്. പുഴുക്കളുടെ ലോകമാണത്, വണ്ടുകളുടെ ലോകമാണത്. മൂന്നാമത്തെ ദിവസം കണ്ണിന് ദ്വാരം വന്ന് കണ്ണിന്റെ ഉള്ളിലൂടെ വണ്ടുകൾ അരിക്കുന്നൊരു ദിവസമാണ്. ബർസഖിന്റെ ലോകം, അത് ഞെരുക്കത്തിന്റെ ലോകമാണ്, അത് വിചാരണയുടെ ലോകമാണ്, അത് ശിക്ഷയുടെ ലോകമാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ മരണവും കഴിഞ്ഞ് ഖബറും കഴിഞ്ഞ് രണ്ടാമതൊരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസമുണ്ട്. അതാണ് യൗമുൽ ഹിസാബിന്റെ ദിവസം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി അതിന്റെ പ്രകമ്പനം കൊള്ളുന്ന ദിവസം, അതിന്റെ കുലുക്കം കുലുങ്ങുന്ന ദിവസം, അതേ ഭയങ്കരമായ കുലുക്കം. വഖാലൽ ഇൻസാനു മാലഹാ, മനുഷ്യന്മാർ ചോദിച്ചു പോവുകയാണ്, എന്തു പറ്റി ഭൂമിക്ക്, എന്ത് സംഭവിച്ചു ഭൂമിക്ക്, എന്താ പറ്റിപ്പോയതെന്ന്. അത് ഖിയാമത്തിന്റെ ദിവസമാണ്, അല്ലാഹ് പിടിച്ചു കുലുക്കുന്ന ദിവസം. അന്നത്തെ ദിവസം വിചാരണക്ക് വേണ്ടി കൊണ്ടുപോയി നിർത്തപ്പെടുന്ന ദിവസം വന്ന് വിചാരണ ചെയ്യുന്ന സന്ദർഭത്തെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അന്ന് വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്നവർ, ഇടത്തെ കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്നവർ, വലത് കൈയിൽ ഗ്രന്ഥം കിട്ടിയ വിശ്വാസി പറയും, ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ, ഈ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്ക്, എന്ത് മനോഹരമാണ്, ഞാൻ വിജയിച്ചിരിക്കുന്നു, ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ദിവസം. അന്നാണ് സ്വർഗ്ഗനരകങ്ങൾ വേർതിരിക്കുന്ന ദിവസം. വിചാരണ പറയാൻ തന്നെ ഒരുപാട് സമയം വേണം സഹോദരിമാരെ. ഞാനതിങ്ങനെ ചുരുക്കി പോകാണ്. നരകവും സ്വർഗവുമുണ്ട്. സ്വർഗ നരകങ്ങൾ വേർതിരിക്കുന്നൊരു ദിവസം നമ്മുടെ മുന്നിൽ വരാനുണ്ട്. അന്ന് സ്വർഗത്തിലേക്കൊരു വിഭാഗം പോകുമ്പോൾ നരകത്തിലേക്ക് മറ്റൊരു വിഭാഗം പോകും. അനുഭൂതിയുടെ സ്വർഗം. മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു ഖൽബ് കൊണ്ടും ചിന്തിച്ച് വിഭാവനം ചെയ്തിട്ടില്ലാത്ത മനോഹരമായ സ്വർഗമെന്ന് ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തന്ന സ്വർഗം. നരകത്തെക്കുറിച്ച് കൂടി ഞാനൊരു 2 വാക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ. ഇതിന്റെ പ്രവർത്തകന്മാർ എന്നോട് ക്ഷമിക്കണം. ഈ വാചകം പറയാതെ പൂർത്തിയാക്കാതെ ഈ സംസാരം നിർത്താൻ കഴിയില്ല എന്നതുകൊണ്ടാണ്. ഒരൊറ്റ 2 മിനിറ്റ് കൂടി നിങ്ങൾ അനുവദിക്കണം. പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു, നരകം സത്യമാണ്, സ്വർഗം സത്യമാണ്. ഉറങ്ങിക്കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങിക്കിടക്കുന്നതിനിടയിൽ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കും. ഇസ്ലാമിന്റെ വസ്ത്രം ധരിക്കും
വഹിക്കാത്ത പെണ്ണുങ്ങളെ, അള്ളാന്റെ ദീനിനെ മറികടക്കുന്ന പെണ്ണുങ്ങളെ, വ്യഭിചാരത്തിന്റെ ചിന്തയിലേക്ക് പോകുന്ന പെണ്ണുങ്ങളെ, അന്യ പുരുഷന്മാരുമായി വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ചാറ്റിംഗ് നടത്തുന്ന സഹോദരിമാരെ, അങ്ങനെയുള്ളവരുടെ സംസാരം കേൾക്കുന്നവരുണ്ടെങ്കിൽ, അങ്ങനെയുള്ള വല്ല ചിന്തയുള്ള ആളുകൾ ഈ സദസ്സിലുണ്ടെങ്കിൽ അവർക്ക് കേൾക്കാൻ വേണ്ടി പറയട്ടെ. തൗഹീദ് സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ, ബിദ്അത്തിന്റെ ലോകത്ത് സഞ്ചരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഗൗരവമായി ഓർമ്മപ്പെടുത്തട്ടെ. ഉറങ്ങിക്കിടക്കുന്ന റസൂലുള്ളാഹിനെ കുറിച്ച് ആയിഷ ബീവി പറയാണ്, റസൂൽ ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് രാത്രികളിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പറയും, യാ ആയിഷ, എന്റെ പൊന്നാര ആയിഷ, അന്നാറു ഹഖുൻ വൽ ജന്നത്തു ഹഖുൻ, സ്വർഗ്ഗം സത്യമാണ് ആയിഷ, നരകം സത്യമാണ് ആയിഷ. സ്വർഗ്ഗമുണ്ടായിഷ, നരകമുണ്ടായിഷ, അത് കളവല്ല ആയിഷ. ഈ കാണുന്നത് പകലാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് പോലെ ഒരു വിശ്വാസി വിശ്വസിക്കേണ്ടതാണ് സ്വർഗ്ഗ നരകത്തെ കുറിച്ചുള്ള വിശ്വാസം. സ്വർഗ്ഗത്തിന്റെ വലുപ്പം എത്രയാണ്, സ്വർഗ്ഗത്തിന്റെ വീതി എത്രയാണ്, നരകത്തിന്റെ വലുപ്പം എത്രയാണ്, നരകത്തിന്റെ വിശാലത എത്രയാണ്, എല്ലാം ഹദീസുകളിലുണ്ട്, എല്ലാം ഹദീസുകളിലുണ്ട്. നരകത്തെ കുറിച്ച് പറഞ്ഞപ്പോ സ്വഹാബത്തിനോട് പറയാണ്, 70 വർഷത്തെ യാത്രാദൂരം നരകത്തിന്റെ ആഴത്തിനുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. 70 വർഷത്തെ യാത്രാദൂരം നരകത്തിന്റെ ആഴത്തിന്. മനസ്സിലായോ? നരകത്തിന്റെ വീതി അറിയണമെങ്കിൽ, നരകത്തിന്റെ വിശാലത അറിയണമെങ്കിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തിൽ ഒരു മനുഷ്യനെ കുറിച്ച് പറയാണ്, നരകക്കാരന്റെ ഈ തോളിന്റെ ഒരറ്റം മുതൽ മറ്റേ തോളിന്റെ അറ്റം വരെ എത്തണമെങ്കിൽ 3 ദിവസത്തെ യാത്രാദൂരമുണ്ട്. ഇത് ബാലരമയിലെ കഥയല്ല, ഇത് കുട്ടിക്കളിയല്ല, തമാശക്കളിയല്ല. നരകം സത്യമാണെന്ന് വഹയിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ റസൂലുള്ളാഹിന്റെ വാക്കുകളാണ്. ആ റസൂലാണ് പറയുന്നത്, 3 ദിവസത്തെ യാത്രാദൂരം. അത്ര വലിപ്പുണ്ട് ഈ തോളിന്. നരകക്കാരന്റെ പല്ലിന്റെ വലിപ്പം മിർസുൽ കാഫിർ ഔ നാദുൽ കാഫിർ മിസ്ൽ ഉഹുദിൻ, ഉഹുദ് മലയുടെ വലിപ്പമുണ്ട്. നരകക്കാരന്റെ ഇരിപ്പിടത്തിന്റെ വലിപ്പം, അവന്റെ മജ്ലിസിന്റെ വലിപ്പം, ഫഇന്ന മജ്ലിസഹു ഫീഹിൽ ജഹന്നമ കമാ ബൈന മക്ക വ മദീന, മക്കക്കും മദീനക്കും ഇടയിലുള്ള വിശാലത